ഇന്നൊരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ്റെ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് എല്ലോട് കൂടിയ ചിക്കൻ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി, അതായത് ഒരു 15 ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, പിന്നെ കുറച്ചധികം കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ചിക്കൻ മുളകിട്ടത് റെഡിയാക്കി നോക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ, അപ്പോഴാണ് നല്ല ഈ ഒരു നമ്മുടെ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇത്രയും കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന 1 കപ്പ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളി ഇടുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. ഉള്ളി ഇല്ലാതെ ചെയ്താലും ഈ ചിക്കൻ മുളകിട്ടത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വഴണ്ടിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളിക്കും വേണ്ടിയുള്ള മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു പരുവം എത്തിയാൽ മതി. അതായത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും അതുപോലെ വറ്റൽമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒരു ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ നല്ല മുളക് പൊടിയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും പകുതിയായിട്ടൊക്കെ എടുക്കാം. അതായത് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതുപോലെ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്, നല്ല മൂത്ത് മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ചിക്കൻ കറിക്ക്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ചെറിയ തീയിൽ കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് കുക്കാകുമ്പോഴാണ് നമുക്ക് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇടയ്ക്ക് ഒന്ന് തുറന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഗ്രേവി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഗ്രേവിയും കൂടെ നമുക്കൊന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണം. അധികം ഗ്രേവി ഇല്ലാത്തൊരു കറിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ട് ചെറിയ തീയിൽ കിടന്നൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ വളരെ എളുപ്പമാണിത് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം സബോള അരിയണ്ട, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇതൊന്നും വേണ്ട. പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാതെ ചിക്കൻ കറിയൊക്കെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇളക്കുക, പൊടിഞ്ഞു പോവാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെയൊക്കെ. നമുക്കിനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിടുന്നതുകൊണ്ട് പേടിക്കേണ്ട, അധികം പെട്ടെന്നൊന്നും ഇത് അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, അതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് തരിക. പിന്നെ ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഞാൻ ചെറിയ തീയിലിട്ട് കുറച്ച് നേരമായി, കണ്ടോ, ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
നമ്മൾ ചിക്കൻ വെന്ത ശേഷം നമ്മൾ പിന്നെ ഗ്രേവി ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കുമ്പോൾ അടച്ചു വെക്കരുത്, തുറന്ന് വെച്ചിട്ട് ചെയ്യുക. ചെറിയ തീയിൽ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ ഓവറായിട്ടത് ചിക്കൻ വെന്ത് പോകും, അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും അതുപോലെ മുളകൊക്കെ ചതച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് അങ്ങനെ ചോറിനൊക്കെ ഒരു സൈഡൊക്കെ ആയിട്ട് എടുക്കില്ലേ, ആ ഒരു കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഉള്ളിയും അതുപോലെ മുളകും മാത്രമുള്ളൊരു ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ഇനി അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്.